ഗാനം നിങ്ങളുടെ മാനസികാവസ്ഥയെ എങ്ങനെ പെട്ടെന്ന് മാറ്റുമെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നിങ്ങൾക്ക് നിരാശ തോന്നുമ്പോൾ ഒരു സംഗീത ശകലം നിങ്ങളെ വീണ്ടും ഉണർവിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു യാദൃശ്ചികതയല്ല, അത് വൈബ്രേഷനാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം വൈബ്രേഷനാണ്. നിങ്ങൾ പോലും, നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, ഊർജം എല്ലാം. ആ ഫ്രീക്വൻസി കുറവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തളർച്ച തോന്നുന്നു, ക്ഷീണിച്ചതായി തോന്നുന്നു. എന്നാൽ ശബ്ദത്തിന് നിങ്ങളുടെ വൈബ്രേഷനെ വളരെ വേഗത്തിൽ മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗീതം കേൾക്കാം, ഓം പോലുള്ള മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ സ്വയം ഒരു പാട്ട് മൂളാം. ഓരോ ശബ്ദവും ഓരോ വൈബ്രേഷനാണ്. അത് നിങ്ങളിലേക്ക് ഒഴുകാൻ അനുവദിക്കുമ്പോൾ ഒരു സംഗീത ഉപകരണം ട്യൂൺ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഊർജത്തെ വീണ്ടും ട്യൂൺ ചെയ്യുന്നു. ശബ്ദത്തോടൊപ്പം വൈബ്രേഷൻ ഉയർത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തമാകുന്നു, ലഘൂകരിക്കപ്പെടുന്നു. നിങ്ങൾ സ്വാഭാവികമായി പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നു. അവസരങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ജീവിതത്തിന് കൂടുതൽ അർത്ഥമുള്ളതായി തോന്നുന്നു. നിങ്ങളുടെ ആന്തരിക റേഡിയോ ശരിയായ ചാനലുമായി ട്യൂൺ ചെയ്തതുപോലെയാണിത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ദിനചര്യയിൽ ശബ്ദം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള ഒരു ഗാനം കേൾക്കുക, മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ സ്വയം ഒരു മൂളിപ്പാട്ട് പാടുക. നിങ്ങളുടെ ഊർജം എങ്ങനെ മാറുന്നു എന്ന് നോക്കൂ. അടുത്ത എപ്പിസോഡിൽ ശ്വാസം, നിങ്ങൾ ഓരോ നിമിഷവും ചെയ്യുന്ന ഒന്ന്, പ്രപഞ്ചവുമായി പൊരുത്തപ്പെടാൻ ഏറ്റവും ശക്തമായ ഉപകരണമായി എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. കാത്തിരിക്കൂ.